അസ്സലാമു അലൈക്കും. നമുക്കിന്ന് തിക്കടി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടിയാണ്. അത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം തിളയ്ക്കുമ്പോൾ അതിനാവശ്യമായ ഉപ്പിടുക. അതിലോട്ട് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് നോക്കിക്കൊള്ളണം. ഇടയ്ക്കൊന്ന് നമുക്ക് പിന്നെ ഉപ്പിടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സമയത്തെ ഉപ്പിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ഉപ്പ് നോക്കിയിട്ട് വേണം അരിപ്പൊടി ഇടാൻ. അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിക്കുഴയ്ക്കുക. ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം അരിപ്പൊടി ഇട്ട് നല്ല വാട്ടിയെടുക്കാൻ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. പാത്രത്തിലിട്ടപ്പോൾ അത് കുഴയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ കൗണ്ടർ ടോപ്പിലിട്ടാണ് കുഴച്ചെടുത്തത്. അല്പം വെള്ളവും കൂടെ ചേർത്ത് കയ്യിൽ നനച്ച് വേണം നന്നായിട്ട് വെള്ളം കുഴയ്ക്കാൻ. ചെറിയ ചൂടോടെ തന്നെ അരിപ്പൊടി നമുക്ക് ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആവുന്നിടം വരെ കുഴയ്ക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുറച്ചായിട്ട് എടുത്ത് ചെറുതായിട്ട് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉരുളകളാക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇങ്ങനെ ഉരുട്ടി വെച്ചത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെറിയ ഉരുളകളാക്കാം. ഇനി ഇത് നമുക്ക് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ പാലെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഗരം മസാല ഇടുക. എന്നിട്ട് ചെറിയ തീയിൽ വെക്കണം. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് താളിക്കണം. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മാത്രം മതിയാവും. താളിച്ച് അതിലോട്ട് തന്നെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ തേങ്ങാപ്പാലൊന്ന് തിളയ്ക്കാൻ വെക്കണം. അതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ മാവിൻ്റെ ഉരുളകൾ ഇതിനകത്തെടുത്തിടുക. എന്നിട്ട് പതുക്കെ നന്നായിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്യുക. അതൊന്ന് ഉടയാനോ ഒട്ടിപ്പിടിക്കാനോ ഇടവരാതെ നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അല്പനേരം വെക്കുക. നല്ല തിളച്ച് തേങ്ങാപ്പാൽ കുറുകുന്നിടം വരെ വെക്കണം. ഒരുപാട് കുറുകി പോവണ്ട. കുറച്ചൊന്ന്